രാജമൗലിയുടെ ഈച്ചയ്ക്ക് ശേഷം അതുപോലെ ഒരു ഈച്ച അഭിനയിച്ച ഒരു സിനിമ മലയാളത്തിൽ വന്നത് ലവ്ലി ഫാൻറ്റസി 3D പടമാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ദിലീഷ് കരുണാകരൻ, റൈഫിൾ ക്ലബ്ബ്, പിന്നെ മറ്റേ സാൾട്ട് ആൻഡ് പെപ്പറൊക്കെ എഴുതിയ അതിൻ്റെയൊക്കെ തിരക്കഥ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മായാനദി. നമ്മുടെ ആഷിഖ് കപൂറിൻ്റെ സുഹൃത്താണെന്ന് തോന്നുന്നു. ആഷിഖ് കപൂറാണ് ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആഷിഖ് കപൂർ. അതുപോലെ വിഷ്ണു വിജയ്, ബിജിപാൽ, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസ്. പ്രൊഡക്ഷൻ ഡിസൈൻ ജ്യോതിഷ് ശങ്കർ. എന്ത് വേണം, എല്ലാം ഗംഭീര ടീമുകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ആക്ഷൻ കൊറിയോഗ്രഫി കലൈ കിങ്സ്റ്റൺ, ലിറിക്സ് സുഹൈൽ കോയ, എല്ലാം കിട്ടിയില്ലേ. പക്ഷെ എല്ലാം കൂടി എന്തിനാണ് പണി വെച്ചിരിക്കുന്നത് ഈ പടത്തിൽ? ഈ സിനിമ ഇതിപ്പം കുറച്ച് പേർക്കെങ്കിലും തോന്നും ഇത് ഈച്ച വരുന്നുണ്ട്, നമ്മുടെ മാത്യൂസ് ഫാൻറ്റസി ആണല്ലോ, കുട്ടികളെ കൊണ്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഈ സിനിമയിൽ അവീതം, സിഗരറ്റ് വലി, കള്ളുകുടി, ബാക്കി അടിപിടി, കൊട്ടേഷൻ എല്ലാം ഉണ്ട്. കുട്ടിയൊക്കെയുള്ള സിനിമയേ അല്ല ഇത്. അത് ആദ്യമേ തന്നെ പറയുകയാണ്. ഈ സിനിമ എനിക്ക് 2 മണിക്കൂർ ബോറടിയായിരുന്നു തന്നിരുന്നത്. ബോറടിച്ച് കണ്ടുകിട്ട ഒരു സിനിമയായിരുന്നു. ഒരു സീൻ പോലും നല്ല സൂപ്പർ എന്ന് പറയാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിലെ CGI വർക്ക്, അത് ഈച്ച കാണിക്കുന്നത് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഈച്ച മറ്റേ സിനിമയിലെ പോലെ തന്നെ അതൊരു രസമുണ്ടായിരുന്നു ആ CGI വർക്ക്. പക്ഷേ സിനിമയുടെ കളർ ടോൺ ആയാലും മൊത്തത്തിൽ വാംത് കൂട്ടി അങ്ങ് വെച്ചിരിക്കുകയാണ്. സിനിമ കളർഫുൾ ആക്കാനായിരിക്കും. മുഖമൊക്കെ ചവയായിരിക്കും എല്ലാവരും. അതുപോലെ 3D. ഇത് ഞാൻ ട്രിവാൻഡ്രത്തെ ഏരീസ് പ്ലക്സിലാണ് കണ്ടിട്ടുള്ളത്. മുമ്പ് ഒരുപാട് 3D പടം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് 3D ഒന്നും കാണാനില്ല. സിനിമയിൽ 3D ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കാരണം ചില സീനൊക്കെ ബ്ലേഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിങ്ങനെ അടുത്ത് വരുന്നത് ആയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വല്ല കോമ്പാറ്റബിൾ ഇഷ്യൂ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ആകെപ്പാടെ ഈച്ച വരുമ്പോൾ മാത്രം ഒരല്പം 3D പോലെ തോന്നും. അത് കാരണം ഈച്ച ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലേഡാണ്. അപ്പം ഈച്ച മാത്രം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് 3D ആയിട്ട് തോന്നായിരിക്കാം. എന്തോ എനിക്കല്ലാതെ ഒരു സീനും ഈ പടത്തിൽ 3D ഉള്ളതായിട്ട് തോന്നിയില്ല. ഒരു 2D പടം നമ്മളിങ്ങനെ കണ്ണാടി വെച്ചിരുന്ന് കാണുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ പടത്തിൽ ഇത് തുടങ്ങി ആദ്യത്തെ സീൻ തന്നെ മാത്യൂസിൻ്റെ ഫാമിലിയെ കാണിക്കുകയാണ്. ഞാൻ കാണിച്ചപ്പോൾ തന്നെ എന്തോ ഒരു പന്തിക്കടുള്ള പോലെ തോന്നി. മൊത്തത്തിൽ ഡയലോഗ്സും മൊത്തത്തിൽ എല്ലാത്തിലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നു. കൃത്രിമത്വം മുഴച്ച് നിൽക്കുന്ന രീതിയിൽ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ പ്രശാന്ത് മുരളിയും അതുപോലെ അശ്വതി മനോഹരനും തമ്മിലുള്ള ഒരു സീൻ കാര്യങ്ങളൊക്കെ വരികയാണ്. ഭയങ്കര ഒരു തരത്തിലും എന്തോന്നിടെ കാണിച്ചു വെക്കണമെന്ന് നമുക്ക് തോന്നിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് മാത്യൂസ് അവൻ്റെ ജോലിയായിട്ട് പോകുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു ഹാപ്പനിങ്സും ഇല്ല. വെറുതെ കുറേ സീനുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടു പോവുകയാണ്. കുറച്ച് പ്രകൃതി ഭംഗി കാണാനുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ പോയിട്ട് ഫസ്റ്റ് ഹാഫ് കഴിയുകയാണ്. പിന്നെ ഈച്ച വരുന്നുണ്ട്. ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് ഉണ്ണിമായ പ്രസാദ്. പിന്നെ വേറെ ഒരു പെങ്കൊച്ചും കൂടി ഉണ്ട്, എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി. എന്തൊരു വെറുപ്പിക്കലെന്ന് അറിയാമായിരുന്നു, അസഹനീയം. ആ ഈച്ച ആരെങ്കിലും തള്ളിക്കൊണ്ടിരുന്നെങ്കിൽ ഇത്തിരി സമാനപ്പെടാമെന്നുള്ള രീതിയിലുള്ള വെറുപ്പിക്കൽ ഈച്ചയും. പിന്നെ ഒരു ജയിലിൽ കാണിക്കുന്ന കോമഡികൾ അതിലും വലിയ. പിന്നെ ബാബുരാജ് വരുമ്പോൾ നമ്മുടെ ടെറർ BGM ഒക്കെയാണ്. ഇതയത്തിലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 5-6 കടിയന്മാർ ഇങ്ങനെ നിരത്തിപ്പിരുത്തി വരെ നടക്കുകയാണ്. ഇങ്ങനെ നമ്മളുടെ ബാക്കിന് സ്കോറൊക്കെ ഇട്ട് ടെറർ ലുക്കൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പോകണം കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു ഭീകരത പോകും. എങ്ങോട്ടാണ് അവർ പോണത്? കക്കൂസിലേക്ക്. കക്കൂസിൽ പോയി തൂറാൻ വേണ്ടിയിട്ടൊക്കെ ഒരു BGM. ഇത് ഒരിക്കലല്ല, ഇത് 1-2 പ്രാവശ്യമുണ്ട്. ഞാനിങ്ങനെ ഇരുന്ന് കാണരുത്, എന്തിനാണ് ഇത് കാണിക്കണത്. പിന്നെ മനോജിക്ക ചെയ്യാൻ വരുന്നുണ്ട്. പുള്ളി വിളിച്ചിട്ടുണ്ട്. എന്നാൽ നല്ലൊരു റോളാണ്. പലതരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ മൊമോസ അങ്ങനെ എന്തോ സാധനമുണ്ട്. പിന്നെ ചോറുണ്ട്. ഇത് നിങ്ങൾക്ക് വരിക, നിങ്ങൾ കഴിക്കുക, ഓരോ നമ്മൾ ഷൂട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. നിങ്ങൾ കഴിക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്തു സിനിമയിലും കിടുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു കഥാപാത്രം, ഒരു ചരിച്ചൊക്കെ മുടി കോതിട്ടൊക്കെ ഇട്ട് മനോജിക്ക് ചെയ്യുക. എന്തിനാണ് ബാബുരാജ്, എന്തിനാണ് മനോജിക്ക് ചെയ്യുക, എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സിനിമയെ എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാത്യൂസിൻ്റെ അടുത്തൊരു കാര്യം പറയാം. മാത്യൂസിന് ശേഷം വന്ന പയ്യന്മാരൊക്കെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കയറി പോകുന്നുണ്ട്. ഈ പോക്ക് പോയ പാടാണ് കേട്ടോ. പുതിയതായിട്ട് വന്നിട്ടുള്ള മറ്റേ സന്ദീപ്, അവൻ തന്നെ അവൻ്റെ റോളുകൾ അവൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആവണം. അല്ലാതെ കണ്ട സിനിമകളൊക്കെ അഭിനയിച്ച് പോകാനാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് അറിയില്ല. നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു കലാകാരനായിട്ടാണ് എനിക്ക് മാത്യൂസിന് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞൊന്നേ ഉള്ളൂ. അങ്ങനെ ഈച്ച വരുന്നുണ്ട്. ഈച്ചയും പുള്ളിക്കാരനായിട്ടുള്ള ഇമോഷനും ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ഏച്ചുകെട്ടലായിട്ടും ഭയങ്കര കോമഡി ആയിട്ടും ക്രിഞ്ചായിട്ടൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് നേരം ഈച്ചയില്ല, അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെയും ഇത് വരുന്നു, എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് അടിപിടി. പിന്നെ ജയശങ്കർ എന്ന് പറയുന്ന ആളുണ്ട്, മറ്റേ നമ്മളെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ മറ്റേ ജനഗണമന പറയുമ്പം അറ്റനസിക്കുന്ന ഒരാളില്ലേ, അങ്ങേര് കലിപ്പുറോളാണ്. അങ്ങേര് ഗംഗാമീര അമ്മയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജോമൻ ജ്യോതിർ, ഇവരൊക്കെ എന്തിനാണ് എന്തൊക്കെയോ വന്ന് കാണിച്ചിട്ട് പോകണം. അരുൺ പ്രദീപ്
ആ റീലിൽ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് പുള്ളി ഏത് ക്യാരക്ടറായിട്ട് വന്നാലും പുള്ളിക്ക് ഒരു മാറ്റി പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം നമ്മൾ പടക്കളത്തിൽ കിടിലമായിരുന്നു അങ്ങേര്, ഈ പടത്തിൽ വന്നപ്പോഴും മറ്റേ എക്സ്പ്രഷനും ആ ഒരു സംഭവം തന്നെ. ഒരു കാര്യമില്ലാത്തൊരു ക്യാരക്ടർ ചുമ്മാ പുള്ളി ചെയ്തിട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആര്, KPSC ലീല, രാധാകൃഷ്ണൻ, മനോജ് വിജയൻ്റെ പേരായിട്ട് വന്നിട്ടുണ്ട്, ആഷ്ലിൻ, അങ്ങനെയൊക്കെയുടെ ഒരു പടം ഇവിടെ. എന്തൊരു ശ്രീധരവി, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുട്ടിയൊക്കെ ആയിട്ട് കാണാനുള്ള സിനിമയാണെന്ന് വെച്ചാൽ അങ്ങനെയും കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട്. എന്നാൽ അഡൽസായിട്ട് കുറച്ചുകൂടി ഇതായിട്ട് കാണാൻ അങ്ങനെ ഇതിൽ ചുമ്മാ കുറേ സീനുകൾ എടുത്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിരുന്നു. ഈച്ച രാജമൗലി ചെയ്തില്ലേ, ഒരു കൗതുകം കൊണ്ടുള്ള ഈച്ച ഒന്ന് കാര്യം, ഈച്ച കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്യുമ്പോഴേ ഇതിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഈച്ചയുടെ കേസ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈച്ചയ്ക്ക് അറിയാം, ഇംഗ്ലീഷ് അറിയാം, വായിക്കാൻ അറിയാം. പക്ഷേ ഈച്ച ഒരു സ്ഥലത്ത് നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നാണ് ഈച്ച തന്നെ പറയുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാം, വായിക്കാൻ അറിയാം, സമയം നോക്കാൻ അറിയാം. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു ഈച്ച. എൻ്റെ പൊന്നോടെ. പിന്നെ ഇതൊക്കെ തന്നെ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനില്ല. 2 മണിക്കൂർ ബോറടിച്ച് കണ്ടു എന്ന്. ഫാൻറ്റസി എന്നും പറയണം, 3D എന്നും പറയണം. ഫാൻറ്റസി ആയാലും 3D ആയാലും അല്ലാതെ സ്ക്രീൻ പ്ലേയിലായാലും ഡയറക്ഷൻ്റെ കേസിലാണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും യാതൊന്നും തരാത്ത ഒരു സിനിമ ആയിട്ടാണ് ലവ്ലി എനിക്ക് അനുഭവപ്പെട്ടത്. 2 മണിക്കൂറുള്ള സിനിമയാണെന്ന് പോലും തോന്നില്ല. നല്ല ലെങ്തുള്ള ഒരു സിനിമ കണ്ടതായിട്ടാണ് മൊത്തം പടം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത്. ഇനി ചിലപ്പോൾ ഇതിന് അടുത്ത പാർട്ടും കൂടി വരുമായിരിക്കും ഈ ക്യാരക്ടർ വെച്ചിട്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.